ഒരു കാലത്ത് മലയാള സിനിമയിൽ നായക സങ്കല്പങ്ങളെ തന്നെ തിരുത്തിക്കുറിച്ച് കടന്നുവന്ന തലയെടുപ്പുള്ള രൂപം. മമ്മൂട്ടിയോളം ഗാംഭീര്യവും സൗന്ദര്യവും കൊണ്ട് തിയേറ്ററുകളെ കയ്യിലെടുത്ത നടൻ. MT വാസുദേവൻ നായരുടെ വിഖ്യാത സിനിമകളിൽ നായകനായി തിളങ്ങി നിന്ന ദേവൻ എന്ന പ്രതിഭയെ പക്ഷേ സിനിമാ ലോകം വേണ്ടത്ര അടയാളപ്പെടുത്താതെ വില്ലൻ വേഷങ്ങളിലേക്ക് ഒതുക്കുകയായിരുന്നു. സിനിമയിൽ നേരിട്ട അതേ തഴയപ്പെടലും അവഗണനയുമാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും നേരിടേണ്ടി വന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമികാംഗത്വവും രാജിവെച്ച് ദേവൻ പുറത്തുപോകുമ്പോൾ സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ ഒരുപോലെ ദാരുണമായ ഒരു പാർശ്വവൽക്കരണത്തിന്റെ കഥയാണ് പുറത്തുവരുന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു ദേവന്റെ നാടകീയമായ രാജിപ്രഖ്യാപനം. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും എന്നാൽ BJPയിൽ ആ ദർശനം നടപ്പാക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ദേവൻ തുറന്നടിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ എടുത്ത തീരുമാനമാണിതെന്നും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടം ലഭിക്കാത്തതിനാലും പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലെന്ന് വ്യക്തമായതിനാലുമാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. BJP നേതൃത്വവുമായി വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ആരോടും വിരോധമില്ല. പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും കഴിഞ്ഞ 5-6 മാസമായി ഇതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2021 ദേവൻ നേതൃത്വം നൽകിയ മുൻ രാഷ്ട്രീയ പ്രസ്ഥാനമായ നവകേരള പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിക്കുന്നത്. ലയന സമയത്ത് ചില വാഗ്ദാനങ്ങളും വലിയ പദ്ധതികളും മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ BJP നേതൃത്വം താൽപര്യം കാണിച്ചില്ല. എങ്കിലും ചേർന്ന സ്ഥിതിക്ക് തികഞ്ഞ സത്യസന്ധതയോടെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ 2023 നൽകിയ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചെടുത്ത വിവരം ഔദ്യോഗികമായി തന്നോട് അറിയിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ല. BJPയിൽ ചേരുമ്പോൾ കേരള സ്റ്റേറ്റ് പ്രൊപ്പഗണ്ട സെക്രട്ടറിയുടെ സ്വതന്ത്ര ചുമതല തരാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന അധ്യക്ഷനെ പലതവണ ഫോണിലും സന്ദേശങ്ങൾ വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഫോൺ പോലും എടുക്കാതിരുന്നത് പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് ദേവൻ വിലയിരുത്തുന്നു. കേന്ദ്ര നേതാക്കളെയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ മാസങ്ങളായി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയില്ല. താൻ കേവലം ഒരു സിനിമാ നടനായി രാഷ്ട്രീയത്തിൽ വന്നയാളല്ലെന്നും മറിച്ച് രാഷ്ട്രീയ ചിന്തകളോടെ സിനിമയിലേക്ക് വന്നയാളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നാടിനുവേണ്ടി മാറ്റിവെച്ച സമയം പാഴാക്കാൻ തയ്യാറല്ലാത്തതിനാലാണ് 2 മാസം മുൻപ് തന്നെ രാജിക്കാര്യം അന്തിമമായി തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ സ്വദേശിയായ ദേവനോട് തൃശൂരിലെ കേന്ദ്രമന്ത്രിയും MPയുമായ സുരേഷ് ഗോപിയുമായി വിഷയം സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ BJPയിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപി അല്ലാത്തതിനാൽ അദ്ദേഹവുമായി ഇത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പാർട്ടിയിലെ ഫണ്ട് വിവാദങ്ങളെക്കുറിച്ചും വർത്തമാന അവസ്ഥകളെക്കുറിച്ചും രാജിക്കത്ത് നൽകിയ ശേഷം വിളിച്ചു ചേർക്കുന്ന വാർത്താസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂരിലെ പ്രമുഖ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീനിവാസന്റെയും ഡോക്ടറായ ലളിതയുടെയും മകനായി ജനിച്ച ദേവൻ വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ രാമു കാര്യാട്ടിന്റെ അനന്തരവനാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ KSU പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ദേവൻ